ഞാൻ വീണ്ടും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നെഹെമ്യാവിൻ്റെ മതിൽപ്പണിയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത്. ഒരു പക്ഷേ നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഒന്നും പറയാതെ ഞാൻ പെട്ടെന്ന് തന്നെ ഇടയ്ക്കുള്ള ഒരു കാര്യം പറയുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. നെഹെമ്യാവ് മതിൽ പണിയാനായിട്ട് ആഗ്രഹിച്ചു, ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ അവന് ശത്രുക്കളുണ്ടായി. രാജകൊട്ടാരത്തിൽ ഒരിക്കലും അവനൊരു ശത്രു ഉണ്ടായിരുന്നില്ല. രാജകൊട്ടാരത്തിൽ എപ്പോഴും അവൻ ആദരിക്കപ്പെടുന്നവനായിരുന്നു. എന്നാൽ അങ്ങനെ ആദരിക്കപ്പെടുന്നതായ ആ വ്യക്തി നേരെ മിഷൻ ഫീൽഡിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ, പ്രവർത്തനത്തിനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ കാണുന്നത് അവൻ എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെടുകയും എല്ലാ രീതിയിലും അവൻ പരീക്ഷീണനാകത്തക്ക നിലയിലുള്ള ആരോപണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവുകയാണ്. അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, എന്നാൽ ഹേരോനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞു. രാജാവിൻ്റെ കത്തുമായിട്ട് വന്ന നെഹെമ്യാവിനോട് ശത്രുക്കൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് അവർ പരിഹസിച്ചു. നീ എന്താ ചെയ്യാനായി വന്നിരിക്കുന്നത്? നീ ചിന്തിക്കുന്നുണ്ടോ ഇതെല്ലാം അങ്ങ് ശരിയാകുമെന്ന് വല്ലതും ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഭല്ലു എന്ന് പറയുന്ന ഒരു ഹിന്ദിക്കാരനൊരു സഹോദരനുണ്ട്. ഞാനുമുള്ള സമയത്താണ് ഒരു ദിവസം മധ്യപ്രദേശിലെ ബത്തിയാഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളിങ്ങനെ ഗ്രാമങ്ങളിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ഒരു ബ്രാഹ്മൺ ടീച്ചർ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു, നീ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇവിടെ ആരെങ്കിലും ഇത് സ്വീകരിക്കുന്നുമില്ലോ? നീ ചിന്തിക്കുന്നുണ്ടോ? ഇവിടെ ആരും സ്വീകരിക്കത്തൊന്നുമില്ല. നീ പറയുന്നതെല്ലാം ഒന്നും നടക്കാനൊന്നും പോകുന്നില്ല. എന്നാൽ ഇവൻ ഈ സോഷ്യൽ വർക്കിലൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് അതിനു മുമ്പ് ഇപ്പോൾ പോളിയോ വാക്സിൻ എടുക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും നോട്ടീസ് കൊണ്ട് കൊടുക്കുന്നതിന് ഈ സാറും ഇവനും കൂടെ ഒരുമിച്ചാണ് പോയത്. ഉടനെ ബല്ലു അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ നമ്മളല്ലേ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഈ പോളിയോയുടെ നോട്ടീസ് കൊടുക്കാനായിട്ട് പോയത്? അതെ, നമുക്ക് ഈ നോട്ടീസ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ വലിച്ചു കൊണ്ടുവന്ന് കുത്തിവെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. സ്വീകരിച്ചാൽ അവന് കൊള്ളാം. ഇതുപോലെ ഞങ്ങൾ രക്ഷപ്പെടാനുള്ള മാർഗം എന്താണെന്നുള്ളത് പറയുന്നു. സ്വീകരിച്ചാൽ അവർക്ക് കൊള്ളാം. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം എല്ലാവരും സ്വീകരിക്കണമെന്നാണ്. പോളിയോ വാക്സിൻ എടുക്കാനായിട്ട് അതിനോട് പറയാനായിട്ട് ചെല്ലുന്ന ആളുകളുടെ ആഗ്രഹം എന്തോ ആരും വരരുതെന്നാണോ? അല്ല, എല്ലാവരും വരണമെന്നാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അത് ശരിയാകത്തില്ല, നന്നാകത്തില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ പരിഹസിക്കുന്ന സമയത്ത് നമുക്ക് പറയാനുള്ള, നെഹെമ്യാവ് പറയുന്നത് മാനുഷികമായിട്ട് നോക്കിയാൽ കാര്യം ശരിയായിരിക്കും, പക്ഷേ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അത്രേ ഉള്ളവന് പറയാനുള്ള കാര്യം. വലിയൊരു ദുരാരോപണമാണ് വാസ്തവത്തിൽ അവൻ നടത്തുന്നത്, ഈ സൻബല്ലത്തും തോബിയാവും നടത്തുന്നത്. അതായത് ഇവൻ രാജാവിനോട് മത്സരിക്കാൻ പോകുകയാണെന്ന്. ശരിക്കും രാജാവിൻ്റെ ലെറ്റർ വാങ്ങിച്ചാണ് ഇവൻ വന്നിരിക്കുന്നത്. പക്ഷേ അവർ പറയുകയാണ്, നോ, നീ രാജാവിനോട് മത്സരിച്ച് ഇവിടെ വേറൊരു രാജ്യം ഉണ്ടാക്കാൻ പോകുകയാണ്. ഈ ആരോപണത്തിന് അവന് ഒരക്ഷരം പോലും മറുപടി പറയുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, ഒരക്ഷരം പോലും മറുപടി പറയുന്നില്ല. അവന് വേണമെങ്കിൽ പേപ്പർ കാണിക്കാറുന്നതേ രാജാവ് എനിക്ക് എഴുതി തന്ന പേപ്പറാണ്. ഒരാൾക്കെതിരെ നമ്മൾ ആത്മീയമായ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് പ്രത്യാരോപണം പറയേണ്ട ആവശ്യമില്ല. നമുക്കൊരു ചിന്തയുണ്ട്, ഒരുത്തൻ എന്നെക്കുറിച്ചൊരു കഥ പറഞ്ഞാൽ അവനെക്കുറിച്ച് 2 കഥ പറയണം. ഒരുത്തൻ എന്നെ ചീത്ത വിളിച്ചാൽ അവനെ 2 ചീത്ത വിളിക്കണം. ഒരുത്തൻ എന്നെ ചവിട്ടി താക്കാൻ നോക്കിയാൽ അവന് എവിടെയെല്ലാം എന്തെല്ലാം സാഹചര്യങ്ങളിൽ ഒരു വെട്ടുകൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യണം. ഇല്ലേ? ഇത് നമ്മുടെ ഒരു ചിന്തയാണ്. നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. എന്നാൽ ആരോപണങ്ങൾക്ക് പ്രത്യാരോപണം പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് ഒരു ക്രിസ്തീയമായ കാര്യമല്ല. നെഹെമ്യാവ് അത് ചെയ്തില്ല. എമി സെമ്പിൾ മക്ഫേഴ്സൺ എന്ന് പറയുന്ന ഒരു ദൈവദാസി 1920കളിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടിരുന്ന പെന്തിക്കോസ്ത് പ്രസംഗകയാണ് എമി സെമ്പിൾ മക്ഫേഴ്സൺ. അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒരുപോലെ ഇവരറിയപ്പെട്ടിരുന്ന ഒരു പ്രസംഗകയായിരുന്നു. അപ്പോൾ അവരുടെ പ്രസംഗങ്ങളൊക്കെ ഈവൻ ലണ്ടനിൽ അവർ നടത്തുന്ന മീറ്റിങ്ങിൻ്റെ ഒക്കെ ലണ്ടൻ ടൈംസിൻ്റെ ഫ്രണ്ട് പേജിൽ അവരുടെ പ്രസംഗമാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ബില്ലി ഗ്രഹാമിനെ ഒക്കെ ഇന്ന് നമ്മൾ അറിയുന്നത് പോലെ അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു പെന്തിക്കോസ്ത് പ്രസംഗകയാണ്. അത്രയും പോപ്പുലാരിറ്റി ആ കാലയളവിൽ ആർക്കും ഉണ്ടായിട്ടില്ല. എന്നാൽ പെട്ടെന്ന് അവരെക്കുറിച്ച് ഒരു ആരോപണം ഉണ്ടായി, ഒരു ദുരാരോപണം ഉണ്ടായി. ഒരു ദുരാരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർന്നില്ലേ, പിന്നെ ആരും പ്രോഗ്രാമിന് വിളിക്കത്തില്ല. ഒടുവിൽ ഇവരെന്ത് ചെയ്തു, ന്യൂയോർക്കിലെ ഒരു ചെറിയ അപ്പാർട്ട്മെന്റിൽ ഒറ്റയ്ക്ക് താമസിക്കുക. ഒരു പ്രോഗ്രാമും ഇല്ല, ഒരു പരിപാടിയില്ല, ഒന്നുമില്ല. ലോകം മുഴുവൻ അറിയപ്പെടുന്നതായ പ്രസംഗം ഒറ്റ ദിവസം കൊണ്ട് നില്ലായി. അങ്ങനെ ഇരിക്കെ ലണ്ടൻ ടൈംസിന്റെ എഡിറ്റർ ഈ ന്യൂയോർക്കിൽ പോയപ്പോൾ ഇവരെ ഒന്ന് കയറി കണ്ടേക്കാം എന്ന് വെച്ച് അവരുടെ അപ്പാർട്ട്മെന്റിൽ പോയി അവരെ കണ്ടു. ആ അപ്പാർട്ട്മെന്റിൽ വെച്ചുള്ള സംഭാഷണത്തിൽ അയാൾക്ക് മനസ്സിലായി ഈ സ്ത്രീ വിശുദ്ധയായ ഒരു സ്ത്രീയാണ്, ഈ ആരോപണങ്ങളെല്ലാം വെറുതെ പറഞ്ഞാണ്. ഇവരോട് ഈ എഡിറ്റർ ചോദിച്ച ഒറ്റ ചോദ്യം, മാം, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്തില്ല?
നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ ഇത് ശരിയല്ലെന്ന് പറയാമായിരുന്നല്ലോ. ഞങ്ങളെപ്പോലെയുള്ള പത്രപ്രവർത്തക സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ഇത്രയും ഉണ്ടായിട്ടും ഞങ്ങൾ നിങ്ങളെ സഹായിക്കാമായിരുന്നല്ലോ. നിങ്ങൾ എന്തുകൊണ്ട് ഡിഫെൻഡ് ചെയ്തില്ല? ഉടനെ എമിസമ്പിൾ പറഞ്ഞ വാക്ക്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ അമ്മ എന്നോടൊരു ശൈലി പറയുമായിരുന്നു. എ ഡോഗ് ബാർക്ക്ഡ് അറ്റ് ദ ക്വീൻ ആൻഡ് ദ ക്വീൻ ഡിഡ്ന്റ് ബാർക്ക് ബാക്ക്. ഒരു രാജ്ഞിയുടെ അടുത്ത് പട്ടി കുരച്ചോണ്ട് ചെന്നു, പക്ഷേ രാജ്ഞി എന്ത് ചെയ്തില്ല? തിരിച്ചു കുരച്ചില്ല. തിരിച്ചു കുരച്ച അതിൻ്റെ അർത്ഥം രാജ്ഞിയും പട്ടിയാണെന്ന് അല്ലേ? ഇല്ലയോ? ശരിയല്ലേ? നമുക്കെതിരെ ഒരു ആരോപണം വരികയാണെങ്കിൽ ദ ബെസ്റ്റ് വേ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. യേശുവിനെതിരെ എന്തെല്ലാം ദുരാരോപണങ്ങൾ, അല്ലെങ്കിൽ ഈവൻ ക്രൂശിക്കപ്പെടുന്ന സമയത്ത് തന്നെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനകാരൻ എഴുതിയിരിക്കുന്നത്, അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. ക്രൂശിനെ അവൻ സഹിച്ചു, പക്ഷെ അപമാനം എന്ത് ചെയ്തു? അലക്ഷ്യമാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഇവിടെ നെഹമ്യാ എന്താ ചെയ്യുന്നത്? നെഹമ്യാ പറയാണ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിച്ചു തരും. അത്രയേ ഉള്ളൂ. യൂദായുടെ ലേഖനം 14 വാക്യത്തിലും 15 വാക്യത്തിലും നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ ഹാനോക്കിനെതിരായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇതാ, കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ അവരെ ന്യായം വിധിക്കാൻ വരുന്നു. എന്തിനു വേണ്ടി? തൻ്റെ നേരെ പറഞ്ഞ ദൂഷണങ്ങൾ നിമിത്തവും അവരെ ന്യായം വിധിക്കാൻ കർത്താവ് 1000 ദൂതന്മാരോടുകൂടെ അല്ലെങ്കിൽ വിശുദ്ധന്മാരോടുകൂടെ വരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ ആ ഭാഗങ്ങൾ വായിച്ചപ്പോഴത്തേക്ക് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഹാനോക്കിനെ പോലെയുള്ള ഒരാൾക്കെതിരെ പോലും ദുരാരോപണം നടത്താൻ ആ കാലയളവിൽ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. നമുക്കൊരിക്കലും ഒരു അക്ഷരം പോലും എതിര് പറയാനില്ലാത്തതായ വ്യക്തി ആയിരുന്നിട്ടും, ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്ന് മാത്രം ആഗ്രഹിച്ച വ്യക്തി ആയിരുന്നിട്ടും അവനെതിരെ ദുരാരോപണം നടത്താൻ ആളുണ്ടായിരുന്നു. ഹാനോക്ക് ആദാം മുതൽ 7ാമനായ വ്യക്തിയാണ്. ആദാം മുതൽ 7ാമനായ കയീന്റെ തലമുറയിൽപ്പെട്ട ആൾ ആരാണെന്ന് ഞാനൊന്ന് പഠിച്ചു നോക്കിയപ്പോൾ അത് ലാമക്കാണ്. ലാമക്കിന് 3 പുത്രന്മാരാണ് ഉള്ളത്. 3 പുത്രന്മാരും ജഗജില്ലന്മാരാണ്, മിടുക്കന്മാരായ ആളുകൾ. ഒരുത്തൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. 2ാമൻ ഇരുമ്പ് കൊണ്ടും ചെമ്പ് കൊണ്ടും ആയുധങ്ങൾ തീർക്കുന്നവർക്ക് പിതാവായി തീർന്നു. 3ാമൻ വേണുവും കിന്നരവും ഒക്കെ ഉപയോഗിക്കുന്നതിൽ അവർക്ക് പിതാവായി തീർന്നു. ഒരുത്തൻ വലിയ ഫാം ഹൗസും, അതുവരെ എല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരുന്നത് സ്വന്തം കാര്യത്തിന് വേണ്ടിയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെ അതിനെ ഒരു കച്ചവടം ആക്കിയിട്ടുള്ള ഒരു സ്റ്റേജില്ലായിരുന്നു. പക്ഷേ അവൻ ചിന്തിച്ചു, അങ്ങനെ എനിക്ക് മാത്രം ഒന്നും ഉണ്ടാക്കിയല്ല, എൻ്റെ തലമുറകൾ കൂടെ ഉണ്ടാക്കണമെന്ന് വെച്ച് അവന് ചെയ്ത് വലിയ ബിസിനസ്സും ഒക്കെ ചെയ്ത് കൂടുതൽ ഫാംസ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വലിയ ഒരു റിച്ച് മാനായി. 2ാമത്തവൻ അങ്ങനല്ല, അവനൊരു മൈറ്റി വാരിയർ ആയിരുന്നു അല്ലേ? കരാട്ടെ ബ്ലാക്ക് ബെൽറ്റും അതിനപ്പുറത്തേതും കുങ്ഫുവും എല്ലാം പഠിച്ചിട്ട് നടക്കുന്ന പാർട്ടിയായിരുന്നു അവൻ. 3ാമത്തവൻ അതല്ല, അവൻ നല്ല ഒരു മ്യൂസിഷ്യനായിരുന്നു. നമ്മളൊക്കെ ആണെങ്കിൽ പറയും, ഇങ്ങനെ വേണം അപ്പനായാൽ, പിള്ളേരെ എല്ലാം അവൻ നല്ല നിലയിലാക്കി. പക്ഷെ നല്ല നിലയിലാക്കിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അഹങ്കാരമല്ലാതെ ഇവന്റെ വായിൽ നിന്നൊന്നും വരത്തില്ല. അവൻ പറയുന്നത്, കയ്യിന് പകരം ഞാൻ എൻ്റെ പരിക്കിന് പകരം ഒരു പുരുഷനെ കൊല്ലും, കയ്യിന് പകരം 7 ഇരട്ടി പകരം ചെയ്തെങ്കിൽ എനിക്കെതിരെ ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ 77 ഇരട്ടി പകരം ചെയ്യും എന്നൊക്കെ വലിയ വീരവാദം മുഴക്കുകയാണ്. വീരവാദം മുഴക്കാൻ കാര്യം എന്നാ? പുറകെ നിപ്പുണ്ട് വലിയ അടിക്കാനും പിടിക്കാനും കൊല്ലാനും ഒക്കെ കഴിവുള്ള പിള്ളേർ കൂടുണ്ട്. ഒരു വലിയ ബലമാണ് പിള്ളേർ കൂടുള്ളത്. ഈ തലമുറയാണ് വാസ്തവത്തിൽ ഹാനോക്കിനോട് എതിര് പറയേണ്ടതായ വ്യക്തികൾ. അല്ലാതെ ആരാണ്? 7ാം തലമുറയും. അപ്പോൾ ഇവന് വഴക്കുണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ പോയി ദുരാരോപണങ്ങൾ നടത്തുന്നതായ സമയത്ത് എൻ്റെ ചിന്ത, ഹാനോക്കിന്റെ മകൻ ഒരാളുണ്ടല്ലോ, മെതുശലേഹ് അത്ര മോശക്കാരനൊന്നും അല്ലായിരുന്നു. അവൻ ദൈവത്തിന്റെ പിന്നാലെ ഹാനോക്ക് ദൈവത്തിന്റെ പിന്നാലെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുഞ്ഞുങ്ങൾക്ക് വല്ലതും കഴിക്കാനും കുടിക്കാനും ഒക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ടാണല്ലോ അവൻ 969 സംവത്സരം ജീവിച്ചിരുന്നത്. പെട്ടെന്ന് പട്ടിണി കിടന്ന് ചത്തുപോയൊന്നുമില്ല, പിള്ളേരെ പട്ടിണി കിട്ടിരിക്കുമൊന്നും അല്ലായിരുന്നു. അവന് നല്ല ആരോഗ്യമൊക്കെയാണ്. അവനൊരു പക്ഷെ പറഞ്ഞു കാണും, ഹാനോക്കിനോട് പറഞ്ഞു കാണും, അപ്പാ അവൻ എന്നെ ഇത്ര കാര്യമൊക്കെ പറയാൻ, ഞാനൊന്ന് പോയി ചോദിക്കട്ടെ, എന്താ അവൻ ഇത്രയും പറയാനെന്ന് കാര്യം ഒന്നൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ ഹാനോക്ക് അവനോട് പറയുന്നത് എന്നറിയാമോ? മോനെ, അത് നിന്റെ ജോലിയല്ല. അവരെ വിധിക്കാൻ കർത്താവ് 1000 വിശുദ്ധന്മാരോടുകൂടെ വരുന്നു. നിന്റെ ജീവിതം വിശുദ്ധമായി സൂക്ഷിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ് നിന്റെ ജോലി. വേറെ ജോലിയൊന്നും നിനക്കില്ല. മക്കളെ വഴക്കുണ്ടാക്കാൻ പറഞ്ഞു വിടുകയല്ല, മക്കളോട് ആത്മീകരായി വളരുവാൻ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. മക്കളെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തി അവൻ ബിടെക് എടുത്താൽ എൻ്റെ മോനെ കൊണ്ട് ഞാൻ എംടെക് എടുപ്പിക്കുമെന്ന് പറയുകയല്ല ഹാനോക്ക് ചെയ്തത്. ഹാനോക്ക് അവനെ സ്പിരിച്വലായിട്ട് വളർത്താനാണ് നോക്കിയത്. പിള്ളേരെ കോമ്പറ്റേറ്റീവായിട്ട് വളർത്തുന്ന അപ്പനും അമ്മയും എല്ലാം സൂക്ഷിച്ചോണം. അവരെ കോമ്പറ്റേറ്റീവായിട്ട് വളർത്തിയാൽ നിങ്ങളുടെ ജീവിതം അപകടത്തിലാകത്തേ ഉള്ളൂ. പക്ഷേ അവരെ ആത്മീകരായി വളർത്തിയാൽ ഇന്നും മാനിക്കപ്പെടുന്ന ഒരു സ്റ്റേജ്
ഇല്ലേ? ഹാനോക്കിന്റെ മകൻ മെതുശലഹിനെ പോലെയാണോ നമ്മൾ ലാമക്കിനെയും അവന്റെ പുത്രന്മാരെയും കാണുന്നത്? ചരിത്രത്തിൽ അവരുടെ നാമം പോലുമില്ല, ഇല്ലേ? എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആദരിക്കപ്പെടണമെങ്കിൽ, നമ്മൾ ആദരിക്കപ്പെടണമെങ്കിൽ അവരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തി ലോകത്തിന്റെ നെറുകയിൽ കൊണ്ടെത്തിക്കുകയല്ല, അവരെ ആത്മീകരായി വളർത്തി ദൈവഭയത്തിൽ വളർത്തുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദുരാരോപണങ്ങൾക്ക് പ്രത്യാരോപണം ആവശ്യമില്ല എന്നാണ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നത്. ആരോപണങ്ങൾക്ക് നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല. അവരെന്താ ചെയ്യുന്നത്? 3-ാം അധ്യായം തുടങ്ങുമ്പോൾ അങ്ങനെ മഹാപുരോഹിതനായ ഏലിയാശീബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടുവാതിൽ പണിതു. ദുരാരോപണങ്ങളോ അവർക്കെതിരെയുള്ള എന്ത് പ്രതികരണങ്ങളോ ശ്രദ്ധിക്കാതെ അവർ പണി തുടങ്ങി. കാര്യം ദൈവം അവരെ ഭരമേൽപ്പിച്ചത് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അവർ പറഞ്ഞു, വി ഡോണ്ട് കെയർ, ആളുകൾ എന്ത് പറയുന്നുള്ള ഞങ്ങൾക്ക് വിഷയമല്ല, വി ആർ ഗോയിങ് ടു ബിൽഡ്, ഞങ്ങൾ പണിയാൻ പോകുകയാണ്. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, അവിടെ 2 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 3-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ ആട്ടിൻ വാതിൽ പണിതു, അവർ അത് പ്രതിഷ്ഠിച്ചു, അതിന്റെ കതകുകളും വെച്ചു. പണിതു എന്ന് മാത്രമല്ല, അത് പ്രതിഷ്ഠിച്ചു, ബിൽറ്റ് ആൻഡ് കോൺസിക്രേറ്റഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ശ്രദ്ധിക്കാത്ത പല ചെറിയ കാര്യങ്ങൾ വേദപുസ്തകത്തിൽ വളരെ ശക്തമായ വാക്കുകളുണ്ട്. ഇവിടെ പറയുന്നത് അവർ വല്ല വിധേനയും പണിതെന്നല്ല, അത് പ്രതിഷ്ഠിക്കത്തക്ക നിലയിൽ പണിതു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഏത് വേലയും വല്ല വിധേനയും ചെയ്യുകയല്ല, അത് ദൈവത്തിന് പ്രതിഷ്ഠിക്കത്തക്ക നിലയിൽ, വിശുദ്ധീകരിക്കത്തക്ക നിലയിൽ വിശുദ്ധമായി പണിയാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. പല സമയത്തും ഇന്നുള്ള ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, സുവിശേഷ വേല ചെയ്യുന്ന അനേകരുണ്ട്, പക്ഷെ ആ സുവിശേഷ വേല ദൈവത്തിന് സമർപ്പിക്കാൻ അവർക്ക് കഴിയാത്ത നിലയിൽ അശുദ്ധമായി പോയിട്ടുണ്ട്. ഞാൻ പറയുന്നത് മനസ്സിലാക്കണം. ഒരുപക്ഷെ നമ്മൾ സഭ നടത്തുന്നുണ്ട്, പക്ഷെ സഭയോട് അല്ലെങ്കിൽ സഭയെ കർത്താവേ ഇതാ നീ എടുത്തോ എന്ന് പറഞ്ഞ് കൊടുക്കത്തക്ക നിലയിൽ അത് കോൺസിക്രേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു സ്റ്റേജ്. കാര്യം അടിസ്ഥാനപരമായി ദൈവികതയ്ക്ക് വിരുദ്ധമായ പണിയുന്നത് സഭയാണെങ്കിലും, പറയുന്നത് സുവിശേഷമാണെങ്കിലും, നടത്തുന്നത് സുവിശേഷ യോഗമാണെങ്കിലും, ക്രൂസൈഡ് ആണെങ്കിലും, അതിന്റെ പിന്നിൽ പൂർണ്ണ വിശുദ്ധമല്ല ആ പണിയെങ്കിൽ, പൂർണ്ണ വിശുദ്ധമല്ല സഭയെങ്കിൽ, കർത്താവേ ഇതാ ഞങ്ങൾ നിന്റെ സന്നിധിയിൽ ഇത് ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറയും, ഐ എം സോറി, ഐ കനോട്ട് റിസീവ് ഇറ്റ്. യാഗമർപ്പിക്കുമ്പോൾ കർത്താവ് ഇസ്രായേൽ മക്കളോട് പറയുന്നത്, നിങ്ങളുടെ യാഗങ്ങൾ എനിക്ക് അറപ്പാകുന്നെന്നാ, ഇല്ലേ? എന്തുകൊണ്ടാണ്? യാഗമല്ലേ, പിന്നെന്താ അറപ്പാകാൻ കാരണം? മറ്റൊന്നുമല്ല, ദൈവത്തിന് സമർപ്പിക്കത്തക്ക രീതിയിൽ വിശുദ്ധമല്ല അവരുടെ യാഗം. നിങ്ങളുടെ സഭായോഗങ്ങളോട് എനിക്ക് വെറുപ്പാകുന്നു എന്ന് കർത്താവ് പറയത്തക്ക രീതിയിൽ സഭായോഗങ്ങൾ അശുദ്ധമായി പോയി കഴിഞ്ഞാൽ പിന്നെ എന്തിനാ പണിയുന്നത്? പ്രിയമുള്ളവരെ, പണി ദൈവത്തിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം എന്ന് നിങ്ങൾ ഓർക്കണം. ദൈവത്തിന്റെ വേല ചെയ്യുന്നത് ദൈവത്തിന്റെ വഴിയിലായിരിക്കണം. ദൈവത്തിന്റെ വേല മനുഷ്യന്റെ വഴിയിൽ ചെയ്താൽ ദൈവം അത് സമ്മതിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം നമുക്കറിയാമല്ലോ. അതിന്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, കർത്താവ് താൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം അടച്ചിട്ട വാതിലിൽ ഇരിക്കുന്ന തന്റെ ശിഷ്യന്മാരുടെ മധ്യേ പ്രത്യക്ഷനായി അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് പറഞ്ഞു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും ലോകത്തിലേക്ക് അയക്കുന്നു. അതിനു മുമ്പ് എഴുതിയിരിക്കുന്നൊരു വാക്കുണ്ട്, ഇത് പറഞ്ഞിട്ട് അവൻ കൈയും വിലാപ്പുറവും അവരെ കാണിച്ചു. എന്നിട്ടാ പറയുന്നത്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ ലോകത്തിലേക്ക് അയക്കുന്നു. അവിടെ 2 അർത്ഥമുണ്ട്. ഒന്ന്, പിതാവ് എന്നെ എന്ത് കാര്യത്തിന് വേണ്ടി ലോകത്തിൽ അയച്ചോ അതിനുവേണ്ടി ഞാൻ നിങ്ങളെ ലോകത്തിൽ അയക്കുന്നു. പിതാവ് എന്ത് ലക്ഷ്യത്തോടുകൂടെ യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടു? മനുഷ്യവർഗത്തെ രക്ഷിക്കാനായിട്ട്. അതിനുവേണ്ടി യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ച് വഴി ഒരുക്കി. പക്ഷെ വഴി ഒരുക്കി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ വഴിയെ നടന്നപ്പുറത്ത് ചെല്ലുമ്പോൾ വാസ്തവത്തിൽ മനുഷ്യനും ദൈവവും തമ്മിലുള്ള വലിയ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് യേശു ക്രൂശിന്റെ ഒരു പാലം കൊണ്ടിടുകയായിരുന്നു. അങ്ങനെ പാലം ഇട്ടത് കൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾക്ക് ഇക്കരെ നിന്ന്, അഥവാ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ അവരുടെ പാപത്തിന്റെ സ്റ്റേജിൽ കിടക്കുന്ന മനുഷ്യന് ഈ യേശു ക്രിസ്തുവാകുന്ന പാലത്തിലൂടെ അക്കരെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ പറ്റും. അതൊരു യാഥാർത്ഥ്യമാണ്. അത് യേശു ചെയ്തു തീർത്തു. പക്ഷെ പാലം പണിതത് കൊണ്ട് ഇക്കരെയുള്ളവർ അക്കരെ ആകണമെന്ന് നിർബന്ധമുണ്ടോ? ടെൽ മീ. ഇല്ല. ഇപ്പോഴും ആളുകൾ ഇക്കരെയാണെങ്കിൽ പാലം പണിതുകൊണ്ട് പ്രയോജനമല്ലോ ഉണ്ടാകുമോ? ഇല്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് ലക്ഷ്യത്തോടെ എൻ്റെ പിതാവ് എന്നെ ഭൂമിയിലേക്ക് അയച്ചു? ഇക്കരെയുള്ള ജനങ്ങളെ
അക്കരെ സ്വർഗത്തിലെത്തിക്കാൻ അതിനുള്ള പാലം ഞാൻ പണിത് കഴിഞ്ഞു. പക്ഷേ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. പദ്ധതി എപ്പോഴാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? ഇക്കരെയുള്ളവർ അക്കരെ ചെല്ലുമ്പോഴാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എന്ത് ലക്ഷ്യത്തോടുകൂടെ പിതാവ് എന്നെ എന്തിനു വേണ്ടി അയച്ചുവോ അതിനുവേണ്ടി ഇപ്പോൾ ഞാൻ നിങ്ങളെ ഭൂമിയിലേക്ക് അയക്കുകയാണ്. എന്തിനാണ്? ഇവിടെയുള്ളവരെ ക്രിസ്തുവാകുന്ന പാലത്തിലൂടെ അക്കരെ കൊണ്ടെത്തിക്കാൻ. പക്ഷെ അതിന് മറ്റൊരർത്ഥം കൂടെ ഉണ്ട്. എങ്ങനെയാണ് പിതാവ്, എന്തിനു വേണ്ടിയാണ് പിതാവ് എന്നെ അയച്ചതെന്നുള്ള ഒരു കാര്യം. എന്നാൽ എങ്ങനെയാണ് പിതാവ് എന്നെ അയച്ചത് അത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും കാണിക്കുന്നത്. അതിന്റെ അർത്ഥം, എന്റെ പിതാവ് എന്നെ ഭരമേൽപ്പിച്ച മിഷൻ, ദൗത്യം ഞാൻ ചെയ്തത് ക്രൂശിന്റെ വഴിയിലൂടെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അയക്കുമ്പോഴും നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട വഴി ക്രൂശിന്റെ വഴി തന്നെ ആയിരിക്കണം. എന്നാലേ ദൈവത്തിന് പ്രസാദമാകുകയുള്ളൂ. പ്രിയമുള്ളവരെ, ക്രോസ് ബൈപ്പാസ് ചെയ്യാനായി ഇന്ന് ആളുകളെല്ലാം പരിശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഒരു മിഷണറി, ഒരു സഹോദരൻ ഒരിക്കൽ പ്രസംഗിച്ച ഒരു വാക്ക് ഞാൻ ഇപ്പോഴും മറക്കുന്നില്ല. 5 മിനിറ്റ് അവൻ പ്രസംഗിച്ചോളൂ. അവൻ പറഞ്ഞത്, എവറി ജെനുവിൻ ക്രിസ്ത്യൻ ഷുഡ് ഗോ ത്രൂ 3S, ദാറ്റ് ഈസ് ഷെയിം, സഫറിങ് ആൻഡ് സോളിറ്റ്യൂഡ്. ഏത് യഥാർത്ഥ ക്രിസ്ത്യാനിയും 3 അവസ്ഥകളിലൂടെ കടന്നു പോകണം. ഷെയിം, അപമാനം; സഫറിങ്, കഷ്ടത; ആൻഡ് സോളിറ്റ്യൂഡ്, ഒറ്റപ്പെടുത്തപ്പെടുന്ന സ്റ്റേജ്. നമ്മളിന്ന് പറയുന്നത് എങ്ങനെയും ഈ 3 കാര്യത്തിൽ നമ്മളെ രക്ഷിക്കണേ കർത്താവേ എന്നാ, ഇല്ലേ? എന്ന് തന്നെയല്ല, ഇന്നത്തെ ക്രൂസൈഡ് പ്രസംഗത്തിലെല്ലാം എങ്ങനെ ഇതെല്ലാം ഒഴിവാക്കാമെന്നാണ് കൃത്യമായിട്ട് അവർ പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനി ഈ അവസ്ഥയിലൂടെ കടന്നു പോകണം. എന്തുകൊണ്ട് കടന്നു പോകണം? ഒറ്റ ഉത്തരമേ ഉള്ളൂ. എനിക്ക് യേശു പോയ വഴിയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. കാര്യം ഞാൻ അവന്റെ ശിഷ്യനാ. യേശു പോയ വഴിയിലൂടെ പോകാനാണ് ഞാൻ പോകുന്നതെങ്കിൽ എനിക്ക് കുരിശിന്റെ പാതയിലൂടെ പോകാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്കത് ബൈപ്പാസ് ചെയ്യാൻ കഴിയത്തില്ല. ബൈപ്പാസ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ഓരോരുത്തരും യേശുവിന്റെ പാതയെ നിഷേധിച്ച് പിശാച് കാണിച്ചു കൊടുത്ത വഴിയിലൂടെ പോകുകയാ. പിശാച് കർത്താവിന് കാണിച്ചു കൊടുത്ത വഴി ക്രൂശിനെ ഒഴിവാക്കി മശിഹൈക സിംഹാസനം കീഴടക്കുന്നതായ പദ്ധതികളാണ് മുഴുവൻ പറഞ്ഞു കൊടുത്തത്, ഇല്ലേ? യേശുവിന്റെ പരീക്ഷ മുഴുവൻ ക്രോസ് അവോയ്ഡ് ചെയ്യാനായിരുന്നു. എന്നാൽ യേശു ക്രൂശിന്റെ പാത മാത്രം തിരഞ്ഞെടുത്തു. ഇതുപോലെ ദൈവം നമ്മളെ ഭരമേൽപ്പിച്ച ജോലി ചെയ്യുന്നത് ദൈവം നമുക്ക് കൽപ്പിച്ചാക്കിയ വഴിയിലൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണിയുക എന്നുള്ളത് ഒരു കാര്യം, പക്ഷേ നമ്മുടെ പണി എങ്ങനെയുള്ളതായിരിക്കണം? ദൈവത്തിന് വിശുദ്ധമായി പ്രതിഷ്ഠിക്കുവാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ പണി എന്നുള്ളത് മറന്നു പോകരുത്. എൻ്റെ സഭയുടെ സഭായോഗം ദൈവത്തിന് കൈകളിലെടുത്ത്, ഇതാ കർത്താവേ ഞാൻ നിനക്ക് എൻ്റെ സഭയെ സമർപ്പിക്കുന്നുവെന്ന് പറയാൻ കഴിയുന്നതായിരിക്കണം എൻ്റെ സഭയുടെ പണി. എൻ്റെ സുവിശേഷ വേല, കർത്താവേ ഇതാ ഞാൻ നിന്റെ കരങ്ങളിൽ എൻ്റെ സുവിശേഷ പ്രവർത്തനത്തെ ഭരമേൽപ്പിക്കുന്നുവെന്ന് 100% പറയാൻ കഴിയുന്നത്ര വിശുദ്ധമായിരിക്കണം എൻ്റെ ഓരോ പ്രവൃത്തികളും. ദൈവം എന്നെ ഒരു കുടുംബം ഭരമേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തെ എൻ്റെ കരങ്ങളിലെടുത്ത് കർത്താവിനോട് പറയണം, കർത്താവെ ഞാൻ കുടുംബം പണിയുക, പക്ഷേ ഇതെനിക്ക് സമർപ്പിക്കാൻ കഴിയാത്തതായി പണിയാൻ എനിക്ക് ആഗ്രഹമില്ല. ഇതിനെ കോൺസിക്രേറ്റ് ചെയ്ത് ഇതിനെ ഞാൻ പ്രതിഷ്ഠിക്കുകയാണെന്ന് പറഞ്ഞ് കർത്താവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ കുടുംബത്തെ എടുത്തു കൊടുക്കുമ്പോൾ അതിൽ അശുദ്ധമായതൊന്നും ഇല്ലാതെ ഇരിക്കുവാൻ, ദൈവിക പാത വിട്ടതൊന്നും എൻ്റെ കുടുംബത്തിൽ ഉണ്ടാകാതെ ഇരിക്കുവാനുള്ള ആ ബോധ്യം എനിക്കുണ്ടാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണിയുക എന്ന് പറയുന്നത് ഒരു കാര്യം, പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യം. ആ പ്രതിഷ്ഠിക്കുവാനുള്ള യോഗ്യതയില്ലാതെ പണിത് കഴിഞ്ഞാൽ ആ പണി ദൈവത്തിന് പ്രസാദമാവുകയില്ല. അതുകൊണ്ട് എത്ര പണിയുന്നു എന്നുള്ളതല്ല, ദൈവപ്രസാദപൂർണമായിട്ട് എത്ര പണിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എൻ്റെ എല്ലാ പണിയും ദൈവത്തിന് പ്രസാദകരമായിരിക്കുവാൻ തക്കവണ്ണമുള്ള വലിയ ഒരു അഭിവാഞ്ചയോടുകൂടെ വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. എൻ്റെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എൻ്റെ സഭയെ മുന്നോട്ട് കൊണ്ടുപോകാൻ, എൻ്റെ പ്രവർത്തനത്തെ, എൻ്റെ സഭാ പ്രവർത്തനത്തെ, അല്ലെങ്കിൽ എൻ്റെ സുവിശേഷ വേലയെ, അതല്ലെങ്കിൽ എൻ്റെ ബിസിനസ്സിനെ, അതല്ലെങ്കിൽ എൻ്റെ ജോലിയെ, എന്തിനേയും ദൈവത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുന്നതായിരിക്കണം. ഞാനിന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റുമോ, കർത്താവെ ഞാൻ എൻ്റെ ജോലിയെ നിന്റെ കയ്യിൽ പ്രതിഷ്ഠിക്കുക, കർത്താവെ ഞാൻ എൻ്റെ ബിസിനസ്സിനെ നിന്റെ കയ്യിൽ പ്രതിഷ്ഠിക്കുക, ഞാൻ പണിതെടുത്തതാ പക്ഷെ ഞാൻ നിന്റെ കയ്യിൽ അത് പ്രതിഷ്ഠിക്കുക, കർത്താവെ നീ ഒന്ന് ശോധന ചെയ്യ്, നീ ഒന്ന് നോക്ക്, ഇതിനകത്ത് എന്തെങ്കിലും കുറവുണ്ടോ നോക്ക്, എൻ്റെ കുടുംബത്തെ ഞാൻ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുക കർത്താവെ, ഹല്ലേലൂയ, എൻ്റെ ജീവിതത്തെ ഞാനൊന്ന് സമർപ്പിക്കുക, എൻ്റെ സഭയെ ഞാനൊന്ന് സമർപ്പിക്കുക എന്ന് പറയാൻ നമുക്ക് കഴിയുമോ? അല്ലെങ്കിൽ ആ പണി കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നില്ല. അതിന്റെ 3-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ പണിയുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ വാക്കുകളും വളരെ പ്രസക്തമാണ്. 3-ാമത്തെ വാക്യത്തിൽ അവർ പണിതു, അവർ പണിതതിനപ്പുറം അതിൻ്റെ താഴോട്ട് വായിക്കുമ്പോൾ അവർ അറ്റകുറ്റം തീർത്തു, പിന്നീട് ഉറപ്പിച്ചു, പുനഃസ്ഥാപിച്ചു, കേടുപോക്കി, അല്ലെങ്കിൽ അഴിച്ചു പണിതു,
ഞാൻ ഇതിന്റെ ഒറിജിനൽ വാക്കുകളുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മലയാളത്തിൽ പറഞ്ഞതിനേക്കാളും കുറെ കൂടെ ക്ലീൻ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ബിൽറ്റ്, റിപ്പയർഡ്, റെസ്റ്റോർഡ്. റെസ്റ്റോർഡ് എന്നുള്ളതിന്റെ മീനിങ് ഞാൻ നോക്കിയപ്പോഴത്തെ അബാൻഡൻഡ് ദ ഓൾഡ് ആൻഡ് റീബിൽറ്റ് എ ന്യൂ വൺ. ചിലതിനെ പൊളിച്ച്, ചിലതെന്ത് ചെയ്തു, ചിലത് പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് കല്ലൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ കല്ലൊക്കെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. പക്ഷേ നെഹമയ രാത്രിയിൽ സ്പൈ വർക്ക് ചെയ്യുമ്പോൾ അവിടെ ചില സ്ഥലത്ത് അവന്റെ മൃഗത്തിന് പോകാൻ സ്ഥലമില്ലാത്ത രീതിയിൽ മണ്ണ് വന്ന് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ വരെ അവൻ കണ്ടേച്ചാ വന്നത്. അവിടെ 2 കല്ലെടുത്ത് വെക്കുകയല്ല അവൻ ചെയ്തത്. എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ ഇടിച്ച് നിരപ്പാക്കി, എന്നിട്ട് പുതുതായിട്ട് അവൻ പണിതു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, പണിയില് കേടുപാട് പോക്കുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളില് അബാൻഡൻ ചെയ്തിട്ട് റെസ്റ്റോർ ചെയ്യാനായിട്ട് കഴിയണം. ഇടിച്ച് നിരപ്പാക്കി കളഞ്ഞിട്ട് അവിടെ പണിയാനായിട്ട് കഴിയണം. ചിലത് നമുക്ക് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ചില കാര്യങ്ങൾ റിപ്പയർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ പല കാര്യങ്ങളും നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമുക്ക് ചില തീരുമാനം എടുക്കാം. ഓക്കെ കർത്താവ്, ഇനി മുതൽ ഞാൻ ആ കാര്യം ചെയ്യുന്നില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ചില സ്ഥാനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു വിരാമം ആവശ്യമാണ്. എൻ്റെ ജീവിതത്തെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതിനെ പ്രതിഷ്ഠിക്കാനായിട്ട് ചില കാര്യങ്ങളൊരു കല്ലെടുത്ത് വെച്ചാൽ മതിയായിരിക്കും. പക്ഷെ ചില കാര്യങ്ങളിൽ ഇടിച്ച് പൊളിച്ച് കളയുക വേണ്ടത്. ചിലപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ജോലി എൻ്റെ വിശുദ്ധ ജീവിതത്തിന് യോജിക്കുന്ന അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചേക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് എൻ്റെ വിശുദ്ധ ജീവിതത്തിന് പറ്റുന്നതല്ലെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കുളമാകത്തേ ഉള്ളൂ. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? ദൈവത്തോട് ചോദിക്കണം, കർത്താവെ, ഇടിച്ചു പൊളിക്കേണ്ടതാണെങ്കിൽ നീ ഇടിച്ചു പൊളിക്കുക, അതിന് ഞാൻ തയ്യാറാണ്. റിപ്പയർ ചെയ്യേണ്ടതാണെങ്കിൽ ഞാനത് റിപ്പയർ ചെയ്യാൻ തയ്യാറാണ്. പ്രിയമുള്ളവരെ, പണിയിൽ എപ്പോഴും അവന് വിശുദ്ധമായി സൂക്ഷിക്കുവാൻ, അവന് വിശുദ്ധമായി പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം നമ്മുടെ പണി എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. സഭയിൽ എല്ലാത്തരം പണിയും വേണം. ചിലപ്പോൾ അഴിച്ചു പണിയും വേണ്ടി വരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അഴിച്ചു പണിയും പല സ്ഥലങ്ങളിലും പല രീതിയിൽ. അവിടെ 3-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, അതിന്റെ ശേഷം ബെന്യാമീനും ഹശൂബും തങ്ങളുടെ വീട്ടിന് നേരെ അറ്റകുറ്റം തീർത്തു. മറ്റു നേരത്തെയുള്ള സ്ഥലങ്ങളിൽ അവരുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലങ്ങൾ അറ്റകുറ്റം തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. വീട്ടുവാതിൽ വരെ മറ്റൊരു ഭാഗം, അങ്ങനെ പല ഭാഗങ്ങളും പറഞ്ഞിരിക്കുന്നത്. അവന്റെ വീടിന്റെ മുമ്പിൽ, ഓരോരുത്തരും അവനവന്റെ വീടിന് മുമ്പിലുള്ള കാര്യങ്ങൾ പണിയാണ് അവിടെ കാണുന്നത്. നമ്മൾ 2-ാം വാക്യം വായിക്കുമ്പോഴത്തേക്ക്, അതിനപ്പുറം പണിതവർ എരിഹോക്കാർ പണിതു. പിന്നീട് താഴോട്ട് അവരുടെ അപ്പുറം ഹക്കോസിന്റെ മകനായ ഊരിയാവിന്റെ മകൻ മെരാമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഓരോ സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലായിട്ട് അവർ പണിയുന്നുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്ക് അവരവരുടെ വീടിന്റെ നേരെ എതിർവശം മറ്റുള്ളവർക്ക് വേണ്ടിയും പണിയുന്നതാണ് പലയിടത്തും കാണുന്നത്. അതായത് അസരിയാവ് തന്റെ വീട്ടിന് അരികെ അറ്റകുറ്റം തീർത്തു. അതിന്റെ ശേഷം ഹേനോദിന്റെ മകൻ ബിനൂവി അസരിയാവിന്റെ വീട് മുതൽ കോണിന്റെ തിരിവ് വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് വേണ്ടി മാത്രം പണിയല്ല. തീർച്ചയായിട്ടും വിശുദ്ധീകരണത്തിന്റെ പാതയിൽ നമ്മൾ സഭയെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്ന്, നമ്മുടെ ഭവനത്തിന്റെ മുമ്പിലുള്ള, എൻ്റെ മുമ്പിലുള്ള മതിലാണ് ഞാൻ പണിയേണ്ടത് ആദ്യം. പക്ഷെ എൻ്റെ മുമ്പിലുള്ള മതിൽ മാത്രം പണിത് കൊണ്ട് മതിൽ പൂർണ്ണമാകത്തില്ല, അല്ലേ? 100 മീറ്റർ ചുറ്റളവുള്ള ഒരു വേലി കെട്ടുകയാണെന്ന് വെച്ചോ, 99 മീറ്റർ ചുറ്റളവും പണിത് കഴിഞ്ഞാലും 1 മീറ്റർ വേലി ഇല്ലെങ്കിൽ പ്രയോജനമല്ല ഉണ്ടാവും? വേലി ഉണ്ടാകുന്നതുകൊണ്ട് ഇല്ല, പ്രയോജനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് നമ്മൾ കൃത്യതയോടെ കണ്ടെത്തേണ്ടതായ കാര്യം, ആരൊക്കെ നമ്മളുടെ വീടിന് ചുറ്റും വേലി കെട്ടുന്നത് പോലെ തന്നെ എവിടെയെങ്കിലും ഇടിഞ്ഞു കിടക്കുകയാണെങ്കിൽ അവിടെയും പോയി പണിയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടാകണം. എന്നാലേ ഈ മതിൽ പൂർണ്ണതയോടുകൂടെ പണിയാനായിട്ട് കഴിയത്തുള്ളൂ. അത് പണിയാൻ നമ്മൾ ചില സമയത്ത് നമ്മൾ ചിന്തിക്കും, ഓക്കെ, എന്നാൽ പിന്നെ എല്ലാവരും കൂടി നമ്മുടെ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ്, നമ്മുടെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കി കാര്യം ചെയ്യാമെന്ന് നമ്മുടെ മനസ്സിലെ ചിന്ത. എന്നാൽ അത് പലപ്പോഴും നടക്കത്തില്ല. 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവരുടെ അപ്പുറം തെക്കോവിയർ അറ്റകുറ്റം തീർത്തു, എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ദേ ആർ നോബിൾസ്. പലപ്പോഴും നമ്മൾ പറയുന്നത്, ശരിയാ, നമ്മുടെ സഭയുടെ മതിലെല്ലാം ഇടിഞ്ഞു കിടക്കുക, കുമ്പനാട്ടും നമുക്കൊരു സർക്കുലർ ഇറക്കണം മതിലെല്ലാം പണിയാനായിട്ട്. കുമ്പനാട്ടും ഒന്ന് സർക്കുലർ ഇറക്കി ഒന്നും പണിയുന്നതല്ല സഭയുടെ മതിലെന്ന് പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. ഒരിക്കല് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ, സഭയുടെ നേതൃത്വത്തിലുള്ള ഒരു സുഹൃത്തുമായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാജു, സാധാരണക്കാരായ ആളുകൾ നിശ്ചയിച്ചാലൊന്നും സഭ വിശുദ്ധമാകത്തില്ല. സഭ വിശുദ്ധമാകണമെങ്കിൽ നേതാക്കന്മാർ നിശ്ചയിക്കണം. അതുകൊണ്ട് നേതൃത്വത്തിൽ ഒരു അഴിച്ചുപണിയാണ് അത്യാവശ്യം. അന്നത്തെ എൻ്റെ ചെറിയ പ്രായമല്ലോ, ഞാൻ പറഞ്ഞു, എനിക്ക് ഇച്ചിരി ഇടതുപക്ഷ ചിന്തയൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. എൻ്റെ ചിന്ത വിപ്ലവം വരുന്നത് എപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിലാണെന്നാണ്.
നേതാക്കന്മാരാണെന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലില്ല. പിന്നെ ഉടനെ അദ്ദേഹം പറഞ്ഞു, സാജുവിന് ഒരു IPCയുടെ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ശരിയാ, എനിക്ക് IPCയുടെ പശ്ചാത്തലം, IPCയുടെ പെന്തക്കോസിന്റെ പശ്ചാത്തലം ഇല്ലാത്തതുകൊണ്ട് അന്നത്തെ ഒരു സ്റ്റേജിൽ പറഞ്ഞതാണ്, അനേക വർഷങ്ങൾക്ക് മുമ്പ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയായിരിക്കുമെന്ന് എനിക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും ഞാൻ സമ്മതിക്കേണ്ടി വന്നു. എത്ര പ്രാവശ്യം നേതൃത്വം മാറി മറിഞ്ഞു, വല്ലതും നടന്നു. അപ്പോൾ വിപ്ലവം എന്ന് പറയുന്നത് എപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നാണ് വരുന്നത്. വിശുദ്ധരാകാൻ, സഭയെ വിശുദ്ധമാക്കാൻ പരിശ്രമിക്കുന്നത്, അല്ലെങ്കിൽ സഭയെ വിശുദ്ധമാക്കേണ്ടത് കുമ്പനാട്ട് നിന്നല്ല, പുനലൂരിൽ നിന്നല്ല. സഭയെ വിശുദ്ധമാക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ചേർന്നാണ്. എന്റെ സഭ വിശുദ്ധമായിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. പണി നടത്താൻ ആരെങ്കിലും വരട്ടെ എന്ന് ചിന്തിക്കേണ്ട. മനോഹരമായ ഒത്തിരി ഈസോപ്പ് സ്റ്റോറീസ് ഉണ്ട്. അതിനകത്ത് ഒരു സ്റ്റോറി, ഒരു സ്ഥലത്ത് വയലെല്ലാം കൊയ്യാൻ നേരമായ സമയത്ത് ആ വയലിൽ കൂട് വെച്ചുകൊണ്ടിരുന്ന ഒരു കിളിയും അതിന്റെ കുഞ്ഞുങ്ങളുമുണ്ട്. ഒരു ദിവസം അമ്മ ഭക്ഷണം തിരക്കി, അല്ലെങ്കിൽ വേറെ എവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത്, ഭക്ഷണം തിരക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ആ സ്ഥലത്ത് കൊയ്യാൻ നോക്കുകയാണ്. അപ്പോൾ വേറെ പല ഭക്ഷണം തിരക്കി ആയിരിക്കണമെന്നില്ല, കാര്യം അവിടെ ഭക്ഷണം ഉണ്ടല്ലോ. പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ പറഞ്ഞു, അമ്മേ നമ്മൾ ഇന്ന് രാത്രി ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. എന്തു പറ്റി? അത് ഇവിടെ 2 പേര് വന്ന് നിന്ന് പറയുന്നത് കേട്ടു, നാളെ ഇത് കൊയ്യണമെന്ന്. എന്നെ ചോദിച്ചു, അവരെന്തോ പറഞ്ഞത്? കൃത്യതയോടെ പറ. അവർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് വേലക്കാരെ വല്ലതും കിട്ടുമെന്ന് നോക്കാം, നാളെ ഇത് കൊയ്യിക്കണം. ഉടനെ അമ്മ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, നീ ഇവിടെ തന്നെ താമസിച്ചു, അങ്ങനെ വേലക്കാരെ ഒന്നും കിട്ടത്തൊന്നുമില്ല. ഈസോപ്പിന്റെ സ്റ്റോറിയാ. അപ്പോൾ അവർ പിറ്റേ ദിവസം താമസിച്ചു. പിറ്റേ ദിവസം വീണ്ടും ഇവർ 2 പേരും കൂടെ വന്നു. ഓണേഴ്സ് വന്നു. ഓണേഴ്സ് വന്നപ്പോൾ പിന്നെ അവർ സംസാരിച്ച് വൈകുന്നേരം വന്നപ്പോൾ അമ്മയോട് ഈ കുഞ്ഞു കിളികൾ പറഞ്ഞു, അമ്മേ ഇനിയും നമ്മൾ പോകണം. എന്ന് ചോദിച്ചു, അതെന്താ? അവരിന്ന് വന്ന് പറയുന്നത് കേട്ടു, വേലക്കാരെ ആരെയും കിട്ടിയില്ല, അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വിളിച്ച് നമുക്ക് കൊയ്യിക്കാമെന്ന്. ഉടനെ തള്ള പറഞ്ഞു, അതും നീ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം. 3-ാമത്തെ ദിവസം വീണ്ടും അവർ വന്നു. വൈകുന്നേരം വന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇന്നും അവർ വന്നു. അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞു, കൂലിക്കാരെ ഒന്നും കിട്ടത്തില്ല, ബന്ധുക്കളും വരത്തില്ല, നാളെ നമുക്ക് തന്നെ ഇറങ്ങി അങ്ങ് കൊയ്യാമെന്ന്. ഉടനെ തള്ള പറഞ്ഞു, എന്നാ വെളുപ്പിനെ തന്നെ നമുക്ക് പോകണം, കാര്യം ഇനി ഇവിടെ താമസിക്കാൻ കഴിയത്തില്ല. പ്രിയമുള്ളവരെ, ഇതാണ് ദൈവവേലയുടെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ കൂലിക്കാരെ വിട്ട് പണിയിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു, അതല്ലെങ്കിൽ ബന്ധുക്കളെ വിളിച്ച് കൊയ്യിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ കാര്യം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഇറങ്ങിയാലേ പറ്റുള്ളൂ. സഭ വിശുദ്ധമാക്കാൻ പത്രം ഇറക്കിയത് കൊണ്ട് എത്രയോ പത്രങ്ങൾ ഇറക്കി. വിശുദ്ധിക്ക് വേണ്ടി നിലകൊള്ളുന്ന എത്രയോ പത്രം ഇറങ്ങി. സഭ വിശുദ്ധമായോ? സഭ വിശുദ്ധമായാൻ കുറച്ച് പേര് പ്രസംഗിച്ചാൽ മതി എന്നാണ് നമ്മുടെ ചിന്ത. എത്രയോ പേര് വിശുദ്ധിക്ക് വേണ്ടി പ്രസംഗിച്ചു, ഇന്നിപ്പോ കുറവാ കേൾക്കുന്നത്. എന്നാലും വല്ലതും നടന്നു? സഭ വിശുദ്ധമാക്കാൻ സർക്കുലർ ഇറക്കിയാൽ പറ്റത്തില്ല. സഭ വിശുദ്ധമാകണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം, ഞാൻ എൻ്റെ വീടിന് മുമ്പിലത്തെ മതിൽ പണിയും. ഹല്ലേലൂയ. ലോകത്തെ എൻ്റെ വീട്ടിൽ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല, എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞാൻ പ്രവേശിപ്പിക്കത്തില്ല. ലോകത്തെ എൻ്റെ സഭയിൽ നിന്ന് അകറ്റി നിർത്താനായിട്ട് ഞാൻ പരിശ്രമിക്കും എന്നുള്ള കൃത്യമായ ഒരു അറിവ്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു വലിയ ഒരു എടുത്തിയാട്ടം. അങ്ങനെ നമ്മൾ തന്നെ പണിയാൻ ഇറങ്ങുന്നതായ ഒരു സ്റ്റേജ്. പരിഹാസത്തെ അവര് ചെവി കൊടുത്തില്ല, ദുരാരോപണങ്ങൾക്ക് മറുപടി പറഞ്ഞില്ല. അങ്ങനെ യാതൊരു കാര്യങ്ങളും നോക്കാതെ നെഹമയാവും അവന്റെ കൂട്ടുകാരും പണിക്ക് വേണ്ടി ഇറങ്ങി എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം. അവര് പണിയാൻ ഇറങ്ങിയത് കൊണ്ട്. നെഹമയ കൂലിക്കാരെ വിളിക്കുകയല്ലായിരുന്നു, അവര് ഇസ്രായേൽ മക്കൾ എന്നാ പിന്നെ കുറച്ച് ദൂരെയുള്ളവരെ വിളിക്കുകയല്ലായിരുന്നു, ശമര്യരോട് പറയാമെന്ന് പറയല്ലായിരുന്നു. അവര് തന്നെ പണിക്ക് വേണ്ടി ഇറങ്ങി. വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങുന്ന ഒരു സ്റ്റേജ്. എന്നാൽ ഇത് അങ്ങനെ വിശുദ്ധിക്ക് വേണ്ടി ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും സന്തോഷമായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. 4-ാം അധ്യായം ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ, ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്തും കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരായ യഹൂദന്മാർ എന്തു ചെയ്യുവാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്ത് കളയുമോ? വെന്തു കിടക്കുന്ന ചണ്ടിക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ എന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. നെഹമയ വന്നപ്പോൾ ആദ്യം അവൻ ഇഷ്ടക്കേട് കാണിച്ചു. ഇസ്രായേൽ യഹൂദന്മാർക്ക് ഗുണം ചെയ്യുവാൻ ഒരുവൻ വരുന്നു എന്ന് പറഞ്ഞത് സൻബല്ലത്തിന് എന്ത് ചെയ്തില്ല? ഇഷ്ടമായില്ലെന്ന് എഴുതുന്നു. ഇഷ്ടക്കേട് കാണിച്ചു. 2-ാമത് അവരെ പരിഹസിച്ചു. 3-ാമത് ആരോപണം നടത്തി. ഇപ്പോഴെഴുതിയിരിക്കുന്നത് അവർ കോപിച്ചെന്ന്. അവൻ കോപവും മഹാരോഷവും പൂണ്ടു, അവരെ നിന്ദിച്ചു. നോക്ക്, ശത്രുവിന്റെ പ്രവർത്തനവും കൂടി വരികയാണ്. മതിലിന്റെ പണി കൂടുന്നതനുസരിച്ച് എന്തൂടെ നടക്കുക? ശത്രുവിന്റെ പണിയും അല്ലെങ്കിൽ പ്രവർത്തനവും കൂടി നടക്കുകയാണ്. എന്നാൽ ശത്രു കോപിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം പണി നടക്കുന്നെന്നുള്ളതാണ്, പണി ഫലിക്കുന്നെന്നുള്ളതാണ്, ഇല്ലേ?
പണി ഫലിക്കുന്നില്ലായിരുന്നെങ്കിൽ അവർ മാറി നിന്നേ, ഓക്കെ അവന്മാർ പണിയാൻ വന്നത് കണ്ടില്ല, തീർന്നു എന്ന് പറഞ്ഞേ. പക്ഷെ ഇപ്പോൾ അവന് കോപം ഉണ്ടാകാൻ കാരണം എന്നാണെന്നറിയാമോ? മതില് പണി കാര്യമായിട്ട് നടക്കുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, സഭയെ വിശുദ്ധമാക്കാൻ പരിശ്രമിച്ചാൽ ശത്രു കോപിക്കും. ശത്രു കോപിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം, ലോകം നമ്മളോട് എതിർക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം നമ്മിൽ വിശുദ്ധി കയറി തുടങ്ങിയെന്നാണ്. നമ്മിൽ വിശുദ്ധി കയറി തുടങ്ങുമ്പോൾ എന്താണ്? ലോകം നമ്മളോട് എതിരായി നിൽക്കും. അവർ നിന്ദിച്ചു. ദുർബലന്മാരായ ഈ യഹൂദന്മാർ, അവിടെ എഴുതിയിരിക്കുന്നത് ദീസ് ഫീബിൾ ജ്യൂസ്, ദുർബലന്മാര്. ഒരു പരിധി വരെ ഇവന്മാർ പറഞ്ഞ ശരിയല്ലയോ? ഇവന്മാർ ശരിക്കും ദുർബലന്മാരാ. അല്ലാതെന്താ? ശത്രു നിന്ദിച്ചാലും അത് പറയുന്നത് കറക്റ്റാണ് അല്ലേ? ദുർബലന്മാർ. എന്തുകൊണ്ട്? സ്വാഭാവികമായി ഇവർക്ക് മതിൽ പണിക്കുള്ള യാതൊരു യോഗ്യതയോ ശക്തിയോ ഒന്നും ഉള്ളവരല്ല. നമ്മൾ ദുർബലന്മാരാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ബലത്തിലല്ല പണിയുന്നത് എന്നുള്ളതാണ് അതിന്റെ സത്യം. നമ്മുടെ വലിയവനായ ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണ്. അതുകൊണ്ടാണ് നമ്മൾ പണിയാൻ പറ്റുന്നത് അല്ലേ? ദുർബലനാണെന്ന് പറയുമ്പോഴത്തേക്ക് നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് പറയണ, ഇല്ല എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല. അല്ല എന്നെ ഒരു പ്രാവശ്യം D.L. മൂഡി ഇംഗ്ലണ്ടിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത്, അമേരിക്കൻസ് കുറച്ചൊക്കെ എന്ത് പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാൽ പ്രശ്നമില്ല, പക്ഷെ ബ്രിട്ടീഷുകാരുടെ ഒരു പ്രശ്നമുണ്ട്, അവന് കറക്റ്റായിട്ട് ഗ്രാമറൊക്കെ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ അവന് ഭയങ്കര ദേഷ്യമാണ്. അപ്പോൾ D.L. മൂഡി ബ്രിട്ടനിൽ വന്ന് ലണ്ടനിൽ വന്ന് പ്രസംഗിക്കാൻ നേരം പ്രസംഗത്തിന് D.L. മൂഡിയെ ക്ഷണിക്കാൻ വന്നത് അവിടുത്തെ ഒരു ബിഷപ്പാണ്. ആ ബിഷപ്പ് പറഞ്ഞു, ഞാൻ ഈ മൂഡിയുമായിട്ട് സംസാരിക്കുകയായിരുന്നു. പക്ഷെ അയാളുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇയാൾ എന്ത് ഈ പ്രസംഗിക്കാൻ പോകുന്നത്? വർത്തമാനം പറയുമ്പോൾ പോലും ഒരു ഗ്രാമർ വെച്ച് പറയാൻ അയാൾക്ക് അറിയത്തില്ല. പിന്നെ അയാൾ എങ്ങനെ പ്രസംഗിക്കുന്നത് എനിക്ക് അറിയത്തില്ല. ഏതാണെങ്കിലും നമ്മൾ വിളിച്ചതല്ലയോ, അയാൾ പ്രസംഗിക്കട്ടെ. ഇങ്ങനെയാണ് മൂഡിയെ ബിഷപ്പ് പരിചയപ്പെടുത്തിയത്. D.L. മൂഡി ചെന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ബിഷപ്പ് പറഞ്ഞത് വളരെ ശരിയാണ്, ഞാൻ വിദ്യാഭ്യാസമുള്ളവനല്ല, ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഗ്രാമറൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ആ ബഹുമാനപ്പെട്ട ബിഷപ്പ് വന്ന് ഇപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഒരുമാതിരിയെങ്കിലും ശരിയായിട്ട് ഗ്രാമറൊക്കെ ഉണ്ടാകാനായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ ബിഷപ്പിനെ കൊണ്ട് തന്നെ പ്രാർത്ഥിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾ ദുർബലന്മാരാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അഹങ്കാരം പറയരുത്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ മനസ്സിൽ നമ്മുടെ കുറവിനെ കുറിച്ചുള്ള ബോധ്യം ശരിക്കും ഉണ്ടായിരിക്കണം. യെസ്, വി ആർ ഫീബിൾ ജ്യൂസ്. ഞങ്ങൾ ദുർബലന്മാരായ വ്യക്തികളാണ്, ഞങ്ങൾ ദുർബലന്മാരായ ആളുകളാണ്, ഞങ്ങൾക്ക് കഴിവില്ലാത്തവരാണ്. എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മളെപ്പോഴും വായിക്കുന്ന ഒരു വേദഭാഗമാണ്. പക്ഷെ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമുണ്ട്. അതായത് അവിടെ പറയുന്നത്, വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നെന്നാണ് പൗലോസ് പറയുന്നത്. അല്ലാതെ ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണമെന്നല്ല. ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്കറിയത്തില്ല, അതറിയാൻ കഴിയത്തുമില്ല. പക്ഷേ അതിനകത്ത് നിന്ന് ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കിത്തരുന്ന, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, അത് തന്നെ അളവറ്റതാ അല്ലേ? ഈവൻ the power that God is bestowed upon us, നമ്മുടെ മേൽ അവൻ ഒഴുക്കി തന്നിരിക്കുന്ന, റിസർവോയറിൽ എത്ര, ടാങ്കിനകത്ത് എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് ഒരു പക്ഷെ നമുക്ക് അറിയത്തില്ല. പക്ഷെ ടാപ്പിലൂടെ ഒഴുകി വരുന്ന വെള്ളം, അതാ ഇവിടെ പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് വെള്ളം തരുന്നതായ മുനിസിപ്പാലിറ്റി റിസർവോയറിൽ എത്ര വെള്ളം ഉണ്ടെന്നുള്ളത് നമുക്ക് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ആ റിസർവോയറിലേക്ക് വെള്ളം കൊടുക്കുന്ന നദികളിലെ വെള്ളം എത്ര ഉണ്ടെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ വീണ്ടും ബുദ്ധിമുട്ടാണ്. ആകാശത്ത് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭൂമിയിലേക്ക് ഒഴുക്കി കൊടുക്കുന്ന മഴയുടെ അളവ് കണക്കാക്കാൻ നമുക്ക് ഒരിക്കലും കഴിയത്തില്ല. പക്ഷെ നമുക്ക് മാക്സിമം കണക്കാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ വീടിന്റെ ടാപ്പിന്റെ മുമ്പിൽ എന്തോ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു മീറ്റർ വെച്ചിട്ടുണ്ട് ഇല്ലേ? എത്ര വെള്ളം ഒഴുക്കി തരുന്നു എന്നുള്ളത് അറിയാനായിട്ട്. പക്ഷേ പൗലോസ് പറയുന്നത് അതെങ്കിലും നമ്മളൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നെന്നാ. പക്ഷേ ദൈവം നമുക്ക് വേണ്ടി ഒഴുക്കിത്തരുന്ന ശക്തിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഇമ്മെഷറബിൾ ആണ്. അത് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ ശക്തിയുടെ വലിപ്പമല്ല, ടാപ്പിലൂടെ ഒഴുകി വരുന്ന ശക്തിയുടെ വലിപ്പം തന്നെ. ദൈവം നമ്മളോട് എന്തോ ആവശ്യപ്പെട്ടാലും അതിനുള്ള കഴിവൂടെ ദൈവം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഫറവോന്റെ ഒരു പ്രത്യേകത, ഫറവോൻ പറഞ്ഞു ഇഷ്ടിയുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല, വൈക്കോലൊട്ട് തരികയുമില്ല. പക്ഷെ നമ്മുടെ ദൈവം ഫറവോന്റെ കൂട്ടല്ല. ദൈവം നമ്മളോട് എന്ത് ആവശ്യപ്പെട്ടാലും അതിനുള്ള ശക്തി കർത്താവ് തന്നിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നത്, വിശുദ്ധ ജീവിതം വേണം, വിശുദ്ധ ജീവിതം വേണം, ഈ പ്രസംഗിക്കാൻ എളുപ്പമാണ്, ഞങ്ങളൊന്നും നോക്കിയിട്ടൊന്നും
പറ്റുന്നില്ല. പ്രസംഗിക്കാൻ ആർക്കാ പ്രയാസം? വിശുദ്ധ ജീവിതം ജീവിക്കണം, വിശുദ്ധ ജീവിതം ജീവിക്കണം, ഇല്ലേ? പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് ആ ടാപ്പ് ഒന്ന് തുറക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, യെസ് ലോർഡ്, എനിക്ക് വെള്ളം വേണം, എനിക്ക് വിശുദ്ധ ജീവിതം വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം എന്ന് നമ്മൾ പറയാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വേണ്ടി ഒഴുക്കിത്തരുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനപ്പുറമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ഒരു തീരുമാനമെടുക്കുകയാണ് ആവശ്യം, ടാപ്പ് ഒന്ന് തുറക്കുകയാണ് ആവശ്യം. കർത്താവേ, എനിക്കൊരു വിശുദ്ധ ജീവിതം ആവശ്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ, അത് ഞാൻ അനുവദിക്കുമ്പോൾ, കർത്താവിനോട് എനിക്ക് വേണ്ടി ഇതൊന്ന് തുറന്നുതാ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മിലേക്ക് വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ശക്തി ഒഴുകി വരുന്നത് അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വാഭാവികമായി നമുക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതല്ല. വിൽ ദേ റെസ്റ്റോർ, അവരെ സമ്മതിക്കുമോ എന്നവിടെ ചോദിക്കുന്നത്. വിൽ ദേ റെസ്റ്റോർ തിങ്സ്, അവർക്ക് കഴിയത്തില്ല, അവർക്കിത് ചെയ്യാൻ കഴിയത്തില്ല. അതിന്റെ കൂട്ടത്തിൽ താഴെ പറയുകയാണ്, ഒരു ദിവസം കൊണ്ട് പണിത് തീർക്കുമോ? വെന്ത് കിടക്കുന്ന ചണ്ടിക്കുമ്പാരങ്ങളിൽ നിന്ന് കല്ല് ജീവിപ്പിക്കും എന്നിങ്ങനെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. പിന്നീട് താഴോട്ട് പറയുമ്പോൾ, അമ്മോന്യനായ തോബിയാവ് അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ശത്രു പറയുകയാണ്, ഇവൻ എത്ര പണിതിട്ട് എന്തോ നേടാനാ? ഒരു കുറുക്കൻ കയറിയാൽ താഴെ വീഴാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു കുറുക്കൻ കയറിയാൽ താഴെ വീഴാനേ ഉള്ളെങ്കിൽ ഇവർ നന്നായിട്ടൊക്കെ പണിത് കഴിഞ്ഞിട്ട് ഒരു കുറുക്കനെ അങ്ങ് കയറ്റി വിട്ടാൽ പോരാ, ഇത് താഴെ വീഴത്തില്ല, എന്തിനായി കിടന്ന് ഇവരെന്തിനായി വിഷമിക്കുന്നത്? അപ്പോൾ ഇത് പറയുമ്പോഴും അവരുടെ മനസ്സിലുണ്ട് എന്താണ്? ഈ മതിൽ പണിത് കഴിഞ്ഞാൽ കുറുക്കൻ കയറിയാൽ താഴെ വീഴുമെന്ന് പറയുന്ന ആളുകൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു കുറുക്കന് പിന്നെ കയറാൻ പറ്റുകയില്ല എന്നുള്ളത്. ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം. ഈ മതിൽ പണിതാൽ ഒരു കുറുക്കൻ കയറിയാൽ താഴെ വീഴും, ശരി. പക്ഷേ മതിൽ പണിത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരു കുറുക്കന് പോലും അതിനകത്ത് കയറാൻ പറ്റത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഇവർ മനസ്സിലാക്കണം. അത് അറിയാവുന്നത് കൊണ്ടാണ്, അല്ലാതെ ഇവർ പേടിയിൽ നിന്നാ പറയുന്നത്. ചിലപ്പോൾ ആളുകൾ പറയും, ഓ, കലക്കവെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങിയാൽ എന്തോ പറ്റാനാ, എന്തോ കിട്ടാനാ അതിനകത്ത്, എന്തിനാണ് നീ പോയി സ്നാനപ്പെടുന്നത്? വെള്ളത്തിൽ പോയി ഒന്ന് മുങ്ങിയാൽ എന്തോ കിട്ടാനാ? അപ്പൊ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അങ്ങനെ ഒന്നും കിട്ടാനില്ലെന്ന് അങ്ങ് വെച്ചോ നിങ്ങൾ, പിന്നെ നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? സ്നാനപ്പെട്ടെന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുന്നത്? അപ്പൊ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ സ്നാനത്തിനകത്ത് അർത്ഥമുണ്ടെന്ന് അവർക്ക് തോന്നുന്നുണ്ട്, അല്ലേ? അല്ലെ പിന്നെ വഴക്കുണ്ടാക്കത്തില്ലല്ലോ, ഇല്ലേ? ശത്രു നമ്മളെ പരിഹസിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഇതിനെക്കുറിച്ച് നമ്മളെക്കാൾ ബോധ്യമുണ്ടെന്നാ. ഹല്ലേലൂയ. അവർക്കറിയാം, ശത്രുവിനറിയാം, ഈ മതിൽ പണിത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒരു കുറുക്കന് പോലും അതിനകത്ത് കയറാൻ കഴിയത്തില്ല എന്നുള്ളത് അറിയാം. അതുകൊണ്ട് അവർ ചോദിക്കുന്നത്, വിൽ ദേ റെസ്റ്റോർ തിങ്സ്, അവരിപ്പോ അങ്ങ് പണിത് കളയുമോ? അതാ ചോദിക്കുന്നത്. അവർക്ക് അവരെ സമ്മതിക്കുമോ എന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. പിന്നെ അവരങ്ങ് പണിയുമോ എന്നുള്ളതാണ്. വിൽ ദേ റെസ്റ്റോർ തിങ്സ്, അവർക്ക് കഴിയത്തില്ല, കാര്യം അവർ ദുർബലന്മാരായ യഹൂദന്മാരാണ്. പക്ഷേ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ D.L. മൂഡിയുടെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. ആ D.L. മൂഡിയുടെ പുസ്തകത്തിൽ അവസാനം അദ്ദേഹം പ്രസംഗിച്ചത് കാൻസസ് സിറ്റിയിലാണ്. കാൻസസ് സിറ്റിയില് അദ്ദേഹത്തിന്റെ മരുമകനാണ് അവിടെ പോയി ഒരു ഹോള് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് അതില്ല, അവിടെ പിന്നെ ഒരു സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് അദ്ദേഹം മൂഡിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കാൻസസ് സിറ്റി നമുക്ക് പ്രോഗ്രാം വേണ്ട ഡാഡി. വാട്ട് ഹാപ്പൻ? സ്ഥലം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? സ്ഥലമാണോ പ്രശ്നം? എന്നോട് സ്ഥലമാ പ്രശ്നം. സ്ഥലം കിട്ടിയില്ലേ? കിട്ടി, ബട്ട് ഇറ്റ് ഈസ് ടു ബിഗ്. 25,000 അന്നത്തെ കണക്ക് വെച്ച് 25,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു സ്റ്റേഡിയമാണ്. അതുകൊണ്ട് കാൻസസ് സിറ്റിയിൽ ആകെപ്പാടെ 25,000 പേരില്ല. പിന്നെ നമ്മളിപ്പോൾ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ അവിടെ ഇവിടെ 4 പേര് ഇരിക്കത്തേ ഉള്ളൂ. ആ സ്റ്റേഡിയം നടത്തി കഴിഞ്ഞാൽ നമുക്ക് നാണം കേടാ. ഞാൻ പറഞ്ഞു, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, ബുക്ക് ഇറ്റ്. ഞാൻ പറഞ്ഞു, ആള് കാണത്തില്ല, ഇറ്റ് ഡസന്റ് മാറ്റർ, യു കനോട്ട് ഫിൽ ഇറ്റ്. അതാണ് മോൻ പറഞ്ഞത്, യു കനോട്ട് ഫിൽ ഇറ്റ് ഡാഡി. നിനക്ക് അത് നിറച്ച ആളുകളെ നിറയ്ക്കാൻ കഴിയത്തില്ല. D.L. മൂഡി പറഞ്ഞ വാചകം, യെസ് ഐ കനോട്ട്, എനിക്ക് പറ്റത്തില്ല, ബട്ട് ഗോഡ് ക്യാൻ. എനിക്ക് പറ്റത്തില്ല, പക്ഷേ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, 40 ദിവസത്തേക്ക് മറ്റുമാണ് ആ മീറ്റിംഗ് നടക്കുന്നത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ കാൻസസ് സിറ്റിക്ക് പുറത്ത് നിന്ന് ആളുകൾ തമ്പടിച്ച് ഈ സ്റ്റേഡിയം നിറഞ്ഞു കവിയുന്ന രീതിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്ന് ആ മീറ്റിംഗിൽ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശത്രു പറയുന്നതിനകത്ത് ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, വി ആർ ഫീബിൾ ബീയിങ്സ്. നമ്മൾ ദുർബലന്മാരായ ആളുകളാണ്. നമുക്ക് കഴിയത്തില്ല, നമുക്ക് പണിയാൻ കഴിയത്തില്ല, നമുക്ക് വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ശക്തി മാനുഷികമായിട്ടില്ല. നമ്മുടെ സഭയ്ക്ക് മതിൽ പണിയാനുള്ള ശക്തി നമുക്കില്ല, നമുക്ക് സുവിശേഷ വേല ചെയ്യാനുള്ള ശക്തിയില്ല, നമുക്ക് നമ്മുടെ കുടുംബത്തെ ആത്മീകമായി വളർത്തുവാനുള്ള ശക്തിയില്ല. പക്ഷേ നെഹമ്യാ എപ്പോഴും പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും.
ഇന്ന് ഈ സമയത്ത് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഒരു നിമിഷം എല്ലാവരും അവരുടെ കണ്ണുകളെ അടയ്ക്കുക. നമുക്ക് പറയാൻ കഴിയുമോ, കർത്താവേ ഞാനൊരു ദുർബലനാണ്. ഒരിക്കലും പറയരുത് ഞാൻ ചെയ്തു കളയുമെന്ന്. പലപ്പോഴും നമുക്കുള്ളൊരു പ്രശ്നം, എന്ത് പ്രശ്നവും വന്നോട്ട്, എന്ത് പ്രലോഭനവും വന്നോട്ട് അതിനെയൊക്കെ നേരിടാനുള്ള ശക്തി എനിക്കുണ്ടെന്നുള്ളതാ. അത് യാഥാർത്ഥ്യമല്ല. ശത്രു പറഞ്ഞത് വളരെ കറക്റ്റാ. ഞാനൊരു ദുർബലനാ. കർത്താവിനോട് പറയാമോ, കർത്താവേ എനിക്ക് പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കാനുള്ള ശക്തിയൊന്നുമില്ല. എന്നെ കർത്താവെ പരീക്ഷ വരുമ്പോൾ ഞാൻ എപ്പോഴും വീണു പോകുന്നു. എനിക്ക് കർത്താവെ ദ്രവ്യാഗ്രഹം എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റുന്നില്ല. പദവികളോടുള്ള മോഹം എനിക്ക് എടുത്ത് കളയാൻ പറ്റുന്നില്ല. കർത്താവെ എൻ്റെ കുടുംബ ജീവിതത്തിൽ പല സമയത്തും പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. എൻ്റെ ഭാര്യയോട് ഞാൻ കോപിക്കുന്നു, എനിക്കത് എടുത്ത് കളയാൻ കഴിയുന്നില്ല. ഞാൻ ദുർബലനായ ഒരു വ്യക്തിയാ. കർത്താവെ ഞങ്ങളുടെ സഭയിൽ ഞങ്ങളുടെ സഭ അത്ര ശക്തിയുള്ള സഭയൊന്നുമല്ല. ഞങ്ങൾ ദുർബലന്മാരായ ആളുകളാ. ഞങ്ങൾക്ക് കഴിയത്തില്ല. ഒരു മതിൽ പണിയാനുള്ള ശക്തി ഞങ്ങൾക്കില്ല. പക്ഷേ നിനക്കതിനുള്ള ശക്തിയുണ്ട്. കർത്താവെ ഇന്ന് ഞങ്ങളിലേക്ക് നീ ഒഴുക്കിത്തരുന്ന ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ വേണ്ടി ഞങ്ങളിലേക്ക് ഒഴുക്കിത്തരുന്ന പരിശുദ്ധാത്മാവിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഞങ്ങൾ ഇന്നൊന്ന് അറിയുക. കർത്താവ്, എത്ര പേര് പ്രാർത്ഥിക്കും, കർത്താവെ ഞാനൊരു ദുർബലനായ വ്യക്തിയാ. കർത്താവെ ഞാനൊരു ദുർബലനായ ആളാണ്. കർത്താവെ എനിക്ക് കഴിവില്ലാത്ത വ്യക്തിയാ. എനിക്ക് പ്രലോഭനങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാ. പാപത്തിന്റെ എല്ലാ പ്രലോഭനങ്ങളും വരുമ്പോഴൊക്കെ ഞാൻ അറിയാതെ വീണു പോകുന്നുണ്ട്. എനിക്ക് ശക്തിയില്ല. പക്ഷെ എന്നെ ഇന്ന് ശക്തീകരിക്കണമേ. ആത്മാവിന്റെ ശക്തി കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് എന്നെ നിറയ്ക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവത്തിന്റെ ബലമുള്ള കൈ ഞങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. എത്ര പേര് പറയും, കരങ്ങളെ ഉയർത്തി കർത്താവേ ഹല്ലേലൂയ. ഇന്ന് ഈ പകലിൽ ഞങ്ങൾ കർത്താവേ നിന്നോട് പറയുന്നത്, ദുർബലനായ എന്നെ സഹായിക്കണേ കർത്താവേ. ശക്തിയില്ലാത്ത എന്റെ മേൽ നീ ശക്തി പകരണമേ കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ആ അമിതമായ ശക്തി എന്റെ മേൽ നീ പകരണമേ കർത്താവേ. വിശുദ്ധിയോടെ ജീവിക്കുവാൻ തക്കവണ്ണം എന്നെ നീ ശക്തീകരിക്കണമേ കർത്താവേ. എന്റെ സഭ ഒരു വിശുദ്ധ സഭയാകുവാൻ തക്കവണ്ണം ദുർബലന്മാരായ ഞങ്ങളെ നീ സഹായിക്കണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ തന്നെ.